അഭിപ്രായത്തിൽ ഇത് നീ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ല ഇല്ല ഇല്ല, ഇത് പാച്ചൊക്കെ തുടങ്ങുന്നതാണ് അതിൻ്റെ ഒരു ശരി. നീ തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടാവും. നീ ചെയ്യുന്നതാണ് നല്ലത്. പാച്ചുക്ക, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടും കെയർഫുള്ളായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് പാച്ചുക്കനെ കൊണ്ട് കഴിയുള്ളൂ. അങ്ങനെയാണോ? യെസ്. ബുദ്ധിയും ശക്തിയും വേണ്ട ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്നുണ്ടെങ്കിലും നീ തുടങ്ങുന്നതല്ലേ അതിൻ്റെ ഒരു നല്ലത്. ഇല്ല ഇല്ല, ആദ്യം പറഞ്ഞ എന്താണ് ബുദ്ധിയും ശക്തിയും പാച്ചുക്കൊക്കെ ഉള്ളതല്ലേ. ഈ ടാസ്കിന് അതാണ് മെയിനായിട്ട് വേണ്ടത്. സോ പാച്ചൊക്കെ തുടങ്ങുന്നതാണ് അതിൻ്റെ എല്ലാം ശരി. ഞാൻ ബുദ്ധിമാനും ശക്തിമാനും ആയതുകൊണ്ട് ഞാൻ തുടങ്ങണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ അതെ. ഓക്കെ, എന്നാൽ പിന്നെ തുടങ്ങിക്കളെ. ഓക്കെ. പോയി ചേച്ചി വരും. താങ്ക് യു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്താണ്, ഹാപ്പി അല്ലേ എല്ലാവരും? മോളെ ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നാളത്തെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ എന്താണ് പ്രിപ്പറേഷൻ എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. യെസ്, അത് തന്നെ ക്ലീനിങ്. അപ്പോൾ ആക്ച്വലി കുറച്ച് നാളായിട്ട് എന്താ പറയുക, കുറച്ച് ബിസി സ്കെഡ്യൂളായിരുന്നു. പിന്നെ ഇവൾക്കാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വയ്യാണ്ടായി, ഫീവറൊക്കെ അടിച്ച് പിന്നെ കിടത്തത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കോളേജും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ ഷൂട്ടിൽ ചെന്നൈയിലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീട് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കുറച്ചൊന്ന് അലങ്കോലമായിപ്പോയി. അപ്പോൾ ആ അലങ്കോലങ്ങൾ ഞങ്ങൾ ഇന്ന് അലങ്കാരങ്ങളാക്കി മാറ്റും. എങ്ങനെയുണ്ട്? വിളിച്ചില്ലേ? അപ്പം ഇന്ന് പാച്ചൊക്കെ വീടിന് പുറത്ത് വൈ വേസ്റ്റുകളൊക്കെ എടുത്ത് പുറത്ത് കളയൂലേ? ഓ, പക്ഷെ ആര് കളയും? ഞാൻ കളയും. നീ ഓൾറെഡി പുറത്തായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എനിവേ എന്തായാലും എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും ഈ വീടൊന്ന് ഇളകി മറിച്ചൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. വൃത്തികേടെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഡിസോർഡേഴ്സ് അല്ലേ. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് വലിച്ചിട്ട് പിന്നെ ഒരു ഷൂട്ടൊക്കെ ഇടയിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഒരു ഫോട്ടോഷൂട്ട് പെരുന്നാൾ സ്പെഷ്യൽ, അതൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ പിന്നെ ഇടയ്ക്ക് വെച്ച് ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നല്ലോ. ആ കാറ്റത്തിൽ കുറേ പൊടി അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ പിന്നെ ബെഡ്റൂമിൻ്റെ 2 വിൻഡോസും തുറന്നു വെച്ചാൽ ഭയങ്കര കാറ്റാണ് പുറത്തുനിന്ന്. അടുത്ത് ബീച്ചാണ്, സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് കയറും. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ വിൻഡോസൊക്കെ ഈ വിൻഡോവും ഓപ്പോസിറ്റുള്ള ഈ വിൻഡോസും ഇത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നൈസ് കാറ്റടിക്കും. പക്ഷേ കാറ്റിൻ്റെ ശക്തി കൂടിയാൽ അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും അടിക്കും. അപ്പോൾ അങ്ങനെയാണ് ടോട്ടലി കഥകൾ. ഞങ്ങൾ ഇന്ന് മൊത്തം ഒരു ക്ലീനിങ് പരിപാടീസ്, ഒരു ഈദ് പ്രിപ്പറേഷൻ പരിപാടീസ് ഒക്കെയാണ്. അപ്പോൾ ആദ്യം വീടിൻ്റെ കോലം എന്താണെന്ന് ലൈറ്റായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഹാളിൻ്റെ കോലം. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ തന്നെ അവിടെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെയും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കുട്ടി പഠിക്കുന്നതും എഴുതുന്നതുമായ കാര്യങ്ങളൊക്കെ ഇവിടെയും കിടക്കുന്നുണ്ട്. അതുപോലെ ഒരു റൂം ഇങ്ങനെ കിടക്കുകയാണ്. ഹായ്, എൻ്റെ കളർഫുൾ ട്രൗസർ. ഇങ്ങനെ അലങ്കോലായി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അലങ്കോലത്തിൻ്റെ ഒരു ഡെപ്ത് കണ്ടല്ലോ. ഇനി കണ്ടല്ലോ, അപ്പം അതേപോലെ പണിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ കുട്ടി പണിയെടുക്കുന്നതായിരിക്കും, ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. സപ്പോർട്ടാണല്ലോ എല്ലാം. ആര് പണിയെടുക്കും? ഞാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ്. കാണാം.
ഭിത്തിക്ക് നോവും തേച്ചൊരച്ച് കഴുതേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റൂം. ഇവിടെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ ഡ്രസ്സും ഞങ്ങളുടെ എല്ലാ ലഗേജസും ഒക്കെ വെക്കണത് ഇവിടെയാണ്. ഇവിടെ അങ്ങനെ ഗസ്റ്റ് ആരെങ്കിലും വന്നെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങളുടെ സ്റ്റോറേജ് റൂമാണ് അതുവരെയും. അപ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടി ടാസ്ക് കൂടുതൽ. കാരണം പെട്ടിയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ മൊത്തം കച്ചറാസാണ്. അപ്പോൾ എല്ലാ പെട്ടി ഇവിടുന്ന് മാറ്റി മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ നമ്മൾ ഷൂട്ടിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതിലെല്ലാത്തിലും ഇപ്പോൾ സാധനങ്ങളില്ല, പലതും നമ്മുടെ ഷെൽഫിലൊക്കെയാണ് ഉള്ളത്. എന്നാലും ഈ പെട്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ഷൂട്ടിനും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ചെന്നൈ കിടക്കുന്നുണ്ട് എൻ്റെ ചെന്നൈ റൂമിൽ. ഗൈസ്, ഇതെൻ്റെ പുതിയ പെട്ടിയാണ്. 2 പ്രാവശ്യം ചെന്നൈ പോയി ഇതെടുത്തിട്ട് ഇൻഡിഗോ എയർലൈൻസ് ഇതാ അവർ തന്ന ഗിഫ്റ്റാണ് ഇത് മൊത്തം. ഭയങ്കര കെയർലെസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യണത്. എന്നിട്ട് ലാസ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഭയങ്കര സങ്കടമുണ്ട്. കാരണം പുതിയ പെട്ടിയാണെന്ന് ഞാൻ ദുബായ് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന് ഷൂട്ടിനായിട്ട് വാങ്ങിയത്. കുറച്ചൊക്കെ അല്ലറ ചില്ലറ പരിപാടീസ് പ്രോബ്ലംസ് ഉണ്ടാവും എന്നറിയാം. എന്നാലും ഒരു മയത്തിലൊക്കെ ഹാൻഡിൽ ചെയ്യണ്ടേ. മൊത്തം വൃത്തികേടെന്നൊക്കെ പറഞ്ഞാൽ ഗ്രീസ് ഇതിലും വൃത്തികേടായിരുന്നു. ക്ലീനാക്കി ഇപ്പോൾ ഇത്ര എത്തിയതാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഗ്രീസ്, മഴ പെയ്താൽ പിന്നെ പറയണ്ട, എന്തോ ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം ഇതിലേക്കാണ് വരിക. വല്ലാത്ത തരം ഒരു ഹാൻഡ്ലിങ് ആണ് അവന്മാർ. എന്നാൽ ഞാനോ സ്ഥിരം ട്രാവൽ ചെയ്യുന്ന ഒരാളുമാണ്. എനിക്ക് തന്നെയാണ് ഈ പണി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഗൈസ്, ഈ പെട്ടി കൊണ്ടാട്ടി വീട് വിട്ട് വന്നപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. എന്നാ എടുത്ത് വെച്ചോ. ഇനി നെക്സ്റ്റ് ടാസ്ക് ഹാളാണ്. ഹാളാണ് ഏറ്റവും കച്ചറയായി കിടക്കുന്നത്. കാരണം നമ്മളെപ്പോഴും ഈ ബാൽക്കണി, ഈ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ, ഈ വിൻഡോയും തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ അതുപോലെ തന്നെ ഭയങ്കര കാറ്റായിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഇത് പുറത്തുനിന്ന് വന്ന് കിടക്കണ പക്ഷിത്തൂവൽ. പുറത്തിലത്തെ പക്ഷിത്തൂവലും കച്ചറാസും മൊത്തം ഇതിനകത്ത് കയറും കണ്ടോ. പക്ഷേ സ്റ്റിൽ എന്താ പറയുക, ഭയങ്കര നൈസ് വൈബായതുകൊണ്ട് ഞങ്ങൾ തുറന്ന് വെക്കുകയും ചെയ്യും. നല്ല കാറ്റാണ്. ഉച്ചക്കൊന്നും ഫാനേ വേണ്ട, നല്ല നൈസ് കാറ്റാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം തുറന്നാൽ എന്താ അവസ്ഥ. കണ്ടോ, ബാൽക്കണി തുറന്നതോ. കണ്ടോ എൻ്റെ ഡ്രസ്സൊക്കെ നോക്കി, എൻ്റെ ചെടിയൊക്കെ കണ്ടോ, മൊത്തം പറന്ന് കിടക്കും. കൊണ്ടാട്ടി ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. എല്ലാം കറക്റ്റ് സെറ്റാക്കി വെക്കും. പക്ഷേ ഇപ്പോൾ ഫ്യൂ ഡേയ്സ് ഈ വയ്യാത്തതും കുറച്ച് തിരക്കും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കൊണ്ടാട്ടി അപ്പം ഇതേപോലത്തെ തൂവൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ കിട്ടും. അപ്പം കിട്ടുന്നതൊക്കെ ഞാൻ നമ്മളുടെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, ചെറുത് അല്ലേ, ഗാർഡൻ പറയാൻ പറ്റൂല, 2 ചട്ടിയുണ്ട്. അതിനാണ് അവളുടെ ഗാർഡൻ. ബാക്കി പറ. അപ്പം കിട്ടുന്ന തൂവൽ ഞാൻ അതിങ്ങനെ കുഴിച്ചിടും ഇവിടെ. എന്നിട്ട് മുളച്ചത് ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ ആവുമെന്ന്. പക്ഷെ അതേപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ മുളക്കൊന്ന് വിചാരിച്ച് കുത്തിയിട്ടതാ? അല്ല, ചിലപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞ് പോവോ, വാടിപ്പോവോ, എന്തൊക്കെയാ പറയണേ. അറിയില്ല. പണ്ട് മയിൽപ്പീലിയൊക്കെ ബുക്കിന്റെ ഇടയിൽ വെക്കുമായിരുന്നു പ്രസവിക്കുമെന്നും പറഞ്ഞിട്ട്. വെച്ചിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും
മോശമൊന്നും അല്ല കേട്ടോ. ഇത് മോശം തന്നെയാണ്. അത് ഏത് പ്രായത്തിൽ ഇത് ഏത് പ്രായം. ശരിയാണ്, നിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ മോശമാക്കാം. ഇവിടെ ബട അടിച്ചിട്ടുണ്ടോ പെട്ടെന്നെല്ലാം ചെയ്ത്. ഗൈസ്, സമയം ഇപ്പോൾ 12:45. ഇനി ഒരു 15 മിനിറ്റും കൂടിയേ ഞാനുള്ളൂ. അത് കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് പള്ളിയിൽ പോകണം. ആ സമയം കൊണ്ട് ഞാൻ കിടന്നുറങ്ങും. ആ സമയം കൊണ്ട് ബാക്കി ടാസ്ക് പൊണ്ടാട്ടി തീർക്കും. ഞാനും വരുന്നു പള്ളിയിൽ എന്താ 10 രൂപ കൊടുക്കുന്നുണ്ടോ? അല്ല, ഈദ് സ്പെഷ്യൽ ആയതുകൊണ്ട് പള്ളിയിൽ ഫുഡൊന്നുമില്ല. ഈദ് സ്പെഷ്യലിന് അങ്ങനെ ഫുഡായിട്ടൊന്നും ഉണ്ടാവാറില്ല. നോമ്പിന്റെ സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് വലിയ പെരുന്നാളല്ലേ ബേബി, വലിയ പെരുന്നാളാണ്. ഇപ്പൊ എന്താ മെയിൻ എന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ സാക്രിഫൈസിന്റെ സിംബോളിക്കായിട്ടാണ് ഈ പെരുന്നാൾ. അപ്പോൾ ആ സിംബോളിക്കായിട്ട് നമ്മൾ മീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ അതായത് ഏറ്റവും ഉത്തമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചെറിയൊരു പോത്തിൻ്റെ കുട്ടീനെ വാങ്ങിയിട്ട് സെൽഫായിട്ട് വീട്ടിൽ വളർത്തി വലുതാക്കി സെറ്റാക്കിയിട്ട് അതിനറക്കുമ്പോഴാണ് അതിന് ഏറ്റവും ഉത്തമം. ഇപ്പം പിന്നെ ആൾക്കാർ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് ഒരു വലിയ വലിയൊരു പോത്തിനെ വാങ്ങിയിട്ട് രണ്ടൊന്നല്ല പറയാൻ വന്നത്, എനിക്ക് മനസ്സിലായി. ഇല്ല രണ്ടൊന്നല്ല. അപ്പോ ഇപ്പോഴത്തെ ആയുധമാണ് ഗൈസ്. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ തൊടുമ്പോ സത്യങ്ങൾ പറയും. അങ്ങനെ പിന്നെ പോത്തിനെ വാങ്ങി അറുത്തിട്ട് ആവശ്യക്കാർ, അതായത് പാവങ്ങൾക്കും അല്ലെങ്കിൽ നെയ്ബേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, റിലേറ്റീവ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം അതാണ് സിമ്പിൾ ഓഫ് സാക്രിഫൈസ്. അതാണ് ഈ പെരുന്നാളിൻ്റെ തീം. കൊള്ളാല്ലേ? ഇവിടെ ഭയങ്കര ബ്ലാക്ക്, പിന്നെ ഗ്രേ 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 വൈറ്റ്. യെസ്, പക്ഷികളിലെ അജിത്തിന്റെ. ഇത് പക്ഷിയല്ലെന്ന് തോന്നുന്നു. ഇത് പക്ഷിയല്ല, ഇത് പക്ഷി തൂവല. ഇത് പക്ഷീന്റെ അല്ലെന്ന്, ഇത് കാക്കയുടെ ആണെന്ന് തോന്നുന്നു. കാക്കയുടെ ആണോ പൂച്ചയുടെ ആണോ? ഓക്കെ, എനിക്ക് 10 മിനിറ്റ് കൂടെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ കുളിക്ക് പോയി ഗൈസ്. ഓക്കെ ഗൈസ്, സോ പള്ളിയിൽ പോകേണ്ട സമയമായി. ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. പാച്ചൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ വന്നിട്ട് എനിക്ക് മന്തി കഴിക്കാൻ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ ഇവിടുത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർത്ത് റെഡി ആവണം എനിക്ക്. അങ്ങനെ ഈ അഴുക്കൊക്കെ 1 ആഴ്ച 2 ആഴ്ച വെറുതെ ഇരുന്നിട്ടൊന്നുമില്ല, 2-3 ദിവസം ഒന്ന് വെറുതെ ഇരുന്നപ്പം വന്ന കാര്യങ്ങളാണ്. എന്തുവാ കഴിച്ച് ഞാൻ രസമാക്കി കേട്ടോ, കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് ഫുള്ളും കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ചെയ്തേക്കില്ല. പാച്ചുക്ക എപ്പോൾ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും 2-3 കുക്കുംബർ വാങ്ങിക്കാതെ വരില്ല, 2-3 ലെമനും ഉണ്ടാവും. എന്നിട്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കും. അതിരുന്ന് അവിടെ ചീത്തയാകുമ്പോൾ ഞാനെടുത്ത് കളയും. ഇത് റിപ്പീറ്റാണ്. അന്ന് വാങ്ങിക്കാനെന്ന് പറയുമ്പോഴേ പറയും, ഇല്ലല്ലോ എനിക്ക് കുക്കുംബർ വേണം, ഞാൻ കഴിക്കുമെന്ന് പറയും. എവിടെന്ന് ഇതാ അടുത്ത സെറ്റ് ലെമൺ. ഇതുണ്ടോ അടുത്ത സെറ്റ് കുക്കുംബർ. ഇതൊക്കെ ഞാൻ റോഡ് സൈഡിൽ എടുത്ത് വെച്ച് വിൽക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് 100 രൂപ കിട്ടും. എങ്ങനെയുണ്ടെന്ന്? കൊള്ളാം. എന്തെറ്റി ഫേസിന് എന്ത് ചെയ്ത്? കൊള്ളാം, പക്ഷേ എന്ത് ചെയ്ത് നോക്കട്ടെ. അവിടെ നിൽക്കും. ഇല്ല, നോക്കട്ടെ ഫേസിന് എന്ത് ചെയ്ത്. പിന്നെന്താ ഫേസ് കൊള്ളാന്ന് ചോദിച്ച്? എവിടെ അറിയണില്ല. ആവശ്യം എൻ്റെ ക്രീം വല്ലതും എടുത്തിട്ട് വന്നു. വെറുതെ അല്ല ചുമന്നിരിക്കുന്ന. എൻ്റെ ബ്ലഷ് എടുത്തിട്ടാ? ഇതൊക്കെ വോയിസ് കിടക്കുന്നുണ്ട്, ഞാൻ എടുത്തിടും. ഗൈസ്, ഒരാള് ഇവിടെ എന്നെ ബ്ലഷൊക്കെ എടുത്തിട്ടിട്ടാണ് പള്ളിയിൽ പോയിരിക്കണം. ഗൈസ്, കിച്ചൺ ഒരുവിധം
ഒതുങ്ങിയിട്ടുണ്ട്. പാച്ചുക്ക ഇവിടെ ഫുൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് പോയത്. വന്നിട്ട് ഒരുമിച്ച് ആക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്കൊരു സമാധാനം കിട്ടണില്ല. അപ്പം ഞാനൊന്ന് പെട്ടെന്ന് പോയി ഇതൊക്കെ സെറ്റാക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനിതൊക്കെ പോയി സെറ്റാക്കിയിട്ട് ഒന്ന് മീലൊക്കെ കഴുകി റെഡി ഇരിക്കാൻ പോവാണ്. ബിക്കോസ് പാച്ചുക്ക എന്നെ എനിക്ക് മന്തി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട്. അപ്പം ഇനി ബാക്കി ഫുൾ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് ഞാൻ റെഡി ആയിട്ട് വരാം. യു ഗൈസ് സ്റ്റേ ദെയർ. ഓക്കെ പാച്ചുക്കൻ്റെ ഒരു പാട്ടുണ്ട്. മന്തിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലോണം പാടി. അങ്ങനെ ഇത് പാടണേ, ഇത് തെറ്റാണ്. ഇതിൽ ഒറിജിനൽ വരുന്നത് തെറ്റാണ്. ശരിക്കും ഇത് എങ്ങനെയാണെന്നറിയോ? പുതിയ മുഖം അങ്ങനെയാണ്. ഒന്നും കൂടി പാട് ഗൈസ്. നേരത്തെ എനിക്ക് പാടി കേൾപ്പിച്ചത് അടിപൊളിയായിരുന്നു. ഇപ്പൊ സൗണ്ട് കുറച്ച് ഒരു ഇച്ചിരി രാഗവും താളമൊക്കെ കേട്ടി പാടിയിരിക്കുകയാണ്. ഒക്കെ പാട്. പുതിയ മുഖം ഇങ്ങനെയാണ് നേരത്തെ എനിക്ക് പാടി തന്നെ. ശിവൻ നന്നായിട്ട് പാടും. വേണ്ട പാടി, എല്ലാരും ഇറങ്ങി ഓടട്ടെ. അല്ല, എല്ലാരും ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ടങ്ക് സ്ലിപ്പായി പോയി ഗൈസ്. അപ്പം നമ്മൾ മന്തി കഴിച്ചു, ഒരു സൂര്യമുഖവും കേട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോയിട്ട് ബാക്കി ക്ലീനിങ് പരിപാടീസ് ഉണ്ട്. ആ ഓർഡർ തെറ്റിച്ചിരുന്ന സാധനം ഞാൻ ഓർഡറിലാക്കിയിട്ടുണ്ട്. ക്ലീനിങ് പരിപാടീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പരിപാടീസ് ഉണ്ട്. വ്ളോഗ് എടുത്തോണ്ടിരിക്കുമ്പോൾ അടുത്ത വ്ളോഗ് എടുക്കണം. പിന്നെ ഒരു ലച്ചു എന്താണ് ഗെറ്റ് റെഡി വിത്ത് അല്ലേ, അപ്പൊ അങ്ങനത്തെ കുറച്ച് അലമ്പ് പരിപാടി. സ്പെഷ്യൽ നാളെ പെരുന്നാളുമാണ്. ഷോപ്പിംഗ് കഴിഞ്ഞല്ലോ. ഷോപ്പിംഗ് ഇസ് ഡൺ. ഡ്രസ്സ് നാളെ തന്നെ കാണിക്കാം വീട്ടിൽ. പിന്നെ നല്ല ഉറക്കവും വരുന്നുണ്ട്, കാരണം ഉറങ്ങായിരുന്നു. കഴിഞ്ഞ പെരുന്നാൾ ഞങ്ങൾ ഇതുപോലെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ പെരുന്നാൾ ഞങ്ങള് രാത്രി പിന്നെ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് വന്ന്, എന്നിട്ട് രാവിലെ നമ്മള് സ്റ്റാർട്ടിങ് വീഡിയോസ് ഒക്കെ എടുത്തേ. നമ്മൾ റെഡി ആവുന്നതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉച്ചയായപ്പോ പിന്നെ പറ്റണില്ല പിടിച്ചിക്കാൻ. കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉറങ്ങിയതാണ്. പിന്നെ എണീക്കണത് രാത്രി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ഫുഡും കഴിച്ച് വന്നപ്പോഴേക്കും പെരുന്നാൾ തീർന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അത് ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ നേരത്തെ റീലെടുത്തു. അത് പറഞ്ഞു വയ്യായിരുന്നു. ആ റീലിലൊക്കെ പോയി തന്നെ ഇരുന്നിരുന്നു. അങ്ങനെ ഇന്ന് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഇന്നലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും നല്ല ടയേർഡായി. പിന്നെ ഫുൾ ക്ലീനിങ് ആയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ 5:30 ആയിട്ടുണ്ട്. 6 o'clock ആകുമ്പോഴത്തേക്ക് ഇക്കയുടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പാച്ചുക്ക പള്ളിയിൽ പോകാൻ വേണ്ടി. അത് കുറച്ച് ദൂരെയാണ്. സോ നേരത്തെ ഇറങ്ങി. ഞാൻ 4:30 ആയപ്പോൾ എണീറ്റ് റെഡിയായി. പാച്ചുക്ക ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ പാച്ചുക്ക ഇപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ലുക്ക് ആയിരിക്കണേ. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി റെഡിയായി. പാച്ചുക്കയും റെഡിയായി. പാച്ചുക്ക അവിടെ സുബി നിസ്കരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കയുടെ അങ്ങോട്ടേക്ക് പോകും. പാച്ചുക്കനെ ഇവിടെ നിന്ന് കാണാം. പാച്ചുക്ക നിസ്കരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇക്കയുടെ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇങ്ങോട്ടേക്ക് എന്തിനാ? സെലിബ്രേറ്റ് ചെയ്യാൻ. ക്യൂട്ടായിട്ടുണ്ടല്ലോ. മാഷാ അല്ലാഹ്. ഈദ് മുബാറക്. I love you. I love you more.
ഓക്കെ, അപ്പം ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇക്കാൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഹോൺ അടിച്ചിട്ട് ഇക്ക വാതിൽ ഉറക്കണില്ല. ഉറങ്ങി എണീച്ചില്ലേ? അല്ല, നമ്മളെ വിളിച്ചാണല്ലോ. അപ്പോൾ നമുക്ക് ഇക്കാൻ എണീപ്പിച്ചിട്ട് ബാക്കി പരിപാടീസിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കഥ പറയാനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പൊണ്ടാട്ടി സമ്മതിക്കണില്ല. ഞാൻ ഭയങ്കര സംസാരം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചു. ഇവിടെ ഓരോന്ന് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അടുത്ത് ആക്ച്വലി ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ ഈ ഒരു സ്പേസ് എൻ്റെ അനിയൻ അഫ്നാൻ ഉണ്ടല്ലോ, എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനും ഇക്കയും വൈഫും പിന്നെ ഒരാളുണ്ടാവണില്ലേ, അഫ്നാൻ. അവൻ ചെയ്തതാണ് ഇത്. ഉള്ള പെയിൻ്റൊക്കെ ഇളകി മാറ്റി കളർ പെയിൻറ്റോടൊക്കെ ചെയ്തൊരു വർക്കാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു. പിന്നെ അതെ, നമ്മുടെ ഇക്ക റെഡി ആയിട്ടുണ്ട്. ഇക്ക ഇത് മുബാറക്. ഇത് മുബാറക്. ഇങ്കി പോങ്കി മങ്കി ഫാദർ ഹാഡ് എ ഡോങ്കി ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈദിൻ്റെ സ്പെഷ്യൽ ഡ്രസ്സ് സെലക്റ്റഡ് ബൈ പൊണ്ടാട്ടി. ഡ്രസ്സും മുണ്ടും ഒക്കെ പൊണ്ടാട്ടി സെലക്ട് ചെയ്ത് തന്നെയാണ്. എനിക്ക് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. എനിക്കും മേഘയാണ് സെലക്ട് ചെയ്തത്. മേഘയാണ് വാങ്ങിച്ചത്. സൂപ്പറായിട്ടുണ്ട്. ഞാനെന്തോ പറയണിക്ക വേറെന്തോ പറയണേ. അപ്പോൾ എനിവേ കാണാം. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഖബർ സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഇതാ ഒരു ചോട്ടാ ഗസ്റ്റ് കയറിയിട്ടുണ്ട്, മിസ്റ്റർ ഉണ്ടാപ്രി. സേ ഹായ് ഉണ്ടാപ്രി. ഇത് മുബാറക്. ഇത് മുബാറക്. ആ, ഉണ്ടാപ്രി അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല. ഫുള്ള് ഡിമാൻഡുള്ള ആളാണ്. ഒരു പണിയില്ലെങ്കിലും ഭയങ്കര തിരക്കാണ്. തൊപ്പിയൊക്കെ ഉണ്ടാ? ഷേ, തൊപ്പിട്ടെ. തൊപ്പിയിട്. തൊപ്പി വെച്ചേക്കണം. ഉണ്ടാപ്രി തൊപ്പിയിട്. ഉണ്ടാപ്രി ഫുള്ള് ഗുണ്ടായിസം മാത്രമാണ്. ആട്ടെ, ഇത് പറക്കറ. ഇത് പറക്കറ. കണ്ട, ഫുള്ള് മാസിലേ പറയുള്ളൂ, സിമ്പിൾ ആയിട്ടൊന്നും പറയൂല. ഇവൻ തെലുങ്കിലാവട്ടെ ജനിക്കണ്ടെന്ന് തോന്നുന്നു. ബിരിയാണി കഴിച്ചോ നീ? പെരുന്നാൾ ബിരിയാണി കഴിച്ചോ? കഴിച്ചില്ലേ? ഓ, വീട്ടിൽ പോയിട്ട് കഴിക്കാനാ? അപ്പൊ എനിക്കാര് ബിരിയാണി തരും? ഉണ്ടാപ്രി, എനിക്ക് ബിരിയാണി ഇല്ലേ? നീ ഓഫാക്കല്ലേ, നീ ബിരിയാണി കഥ പറ. ബിരിയാണി തരുന്നതാ. ഉണ്ടാപ്രിക്ക് എന്ത് ബിരിയാണി വേണ്ടേ? ഒന്നും വേണ്ടേ? എന്നാ ശരി. അതപ്പോ ഇത് കഴിക്കാൻ പാടില്ല, വീട്ടിലെത്തിട്ട് കഴിക്കരുതേ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞേ. കേക്കോ? ഏത് കേക്ക്? കറുത്ത കാട്. ആ, ഇത്തത്താനോട് പറ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത്തത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കും. ചോദിച്ചു നോക്ക്. അവന് ഭയങ്കര നാണം അവളെടുത്ത്. ഇവിടെ ഒരാള് വീഡിയോ വരും എന്നൊക്കെ വിചാരിച്ച ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാറ്റല്ലേ? ഓ, ഇത് നോക്ക്. ഹായ് മേഘു. ഹേയ് ഹേയ് ഹേയ്. അത് മാത്രം മതിയാ? ഇല്ല, നിനക്കത് ഫുള്ള് വാങ്ങിച്ചത്. നീ എല്ലാം കഴിച്ചിട്ട് പോയാൽ മതിയേ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഫ്ലാറ്റിൽ കൊണ്ടുപോകും. പാർക്കൊക്കെ ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പാർക്ക് ഉണ്ട്.
എടാ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് പോയാൽ മതി. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് കൊണ്ടുപോയാൽ മതി. ഇവിടെ നീ ഇന്ന് ഗുണ്ടാണോ? നീ എല്ലാം നീ അടിക്കണ്, പേടിച്ചിരിക്കുന്നുണ്ട് ഒരാള്. ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം കുറച്ച് ഉറങ്ങിപ്പോയിരിക്കും എൻ്റെ വീട്ടിൽ. നല്ല ടയർഡായിരുന്നു, അങ്ങനെ കുറച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാണ് താത്ത എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അവൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മന്തി അടിച്ച് പൊളിക്കാം. അപ്പോൾ ഓൾ സെറ്റ് ടു ഈറ്റ്. യെസ്, ഇക്ക ഓൾറെഡി തുടങ്ങി. അവിടെ താത്ത യെറ്റ് ടു ജോയിൻ. നോക്കട്ടെ നോക്കട്ടെ. ആരാത്? ആരാ അതാരാ? ഇവിടെ സപ്രൂമ ഒരു കലാകാരിയും കൂടിയാണ്. നമ്മളെ പേരാണെങ്കിൽ ഇപ്പൊ അത് കാണാതെ പറഞ്ഞു നമ്മൾ ആരോഗ്യ സ്പെല്ലിംഗ് സ്പെല്ലിംഗ് എഴുതിയാണ്. ഇവിടെ ഒരാൾ മന്തി വെട്ടി വിഴുങ്ങി കഴിക്കുന്നുണ്ട്. ഇതാരാ? നോട്ടെ നോക്കട്ടെ. മേഘ കറക്റ്റ് പോയി. നോട്ടെ നേരെ തോന്നുന്നില്ലേ? അടിപൊളി അടിപൊളി. മക ട്രൈ ചെയ്തല്ലോ. ഹലോ ഹലോ. അപ്പം അങ്ങനെ നമ്മുടെ ഈദ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, ഈദല്ല, നമ്മുടെ ഈദ് പരിപാടീസ് ഇവിടെ കഴിഞ്ഞു. ഈദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് ഞങ്ങൾ ഇറങ്ങി. അവിടെ നല്ല മന്തിയൊക്കെ അടിച്ച്, താത്താൻ്റെ സ്പെഷ്യൽ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ഫാമിലി മൊമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഇവൻ ഇത്രയും നേരം വേറെ ഡ്രസ്സായിരുന്നല്ലോ, ഇപ്പോഴെന്താ ഈ ഡ്രസ്സിൽ എന്ന്. വേറൊന്നുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്കൊരു ബാക്ക് പെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇപ്പോൾ അൽഹംദുലില്ലാ ക്ലിയർ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പം പോയി നമ്മുടെ അവിടെ ഒരു നന്നാട്ടുകാവ് ഒരു വൈദ്യരുണ്ട്, വൈദ്യരടുത്ത് പോയിട്ട് നല്ലൊരു ഒഴിച്ചിലും പേച്ചിലുണ്ടാണ്. അപ്പോൾ അതിന് പോയതാണ്. അപ്പോൾ അതിന് പോയിട്ട് വന്നു. ഇക്കാൻ്റെ വീടിൻ്റെ അടുത്താണത്. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ പോയെങ്കിൽ ഞാൻ അവിടെ പോവും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയതാണ്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈദ് പരിപാടീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു, നല്ലൊരു ഈദായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ ഈദ് മുബാറക്. ഓക്കെ, അപ്പോൾ എൻ്റെ സുന്ദരി കുട്ടി ഈദൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല മൊഞ്ചത്തിയായി. മാഷാ അല്ലാ, അടിപൊളിയായിട്ടുണ്ട് ഡ്രസ്സ്. മാഷാ അല്ലാ. സോ വേറൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.